പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇവിടം വരെ ആയിരുന്നു. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ ഇത്രയും എലമെന്റിന്റെ ബേസിലാണ് ഈ പ്രോസസ് നടക്കുന്നതായിരുന്നു നമ്മൾ പറഞ്ഞത്. സോ ടുഡേ ദിസ് ഈസ് ആക്ച്വലി ദ പ്രോസസ്. നമുക്കറിയാം, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന പ്രോസസ് നടക്കുന്ന സ്ട്രക്ചർ. നോക്കൂ നിങ്ങൾ, ബാക്ടീരിയോയിഡ് സ്ട്രക്ചറായി മാറിയതിന് ശേഷം ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് സെല്ലിന്റെ ഉള്ളിൽ. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ദ ബ്രോക്ക് ബയോളജി ഓഫ് മൈക്രോ ഓർഗാനിസം. വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഒരു ബുക്കിലെ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. സോ ഇവിടെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, യു ക്യാൻ സീ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എൻസൈം ദാറ്റ് ഈസ് നൈട്രോജിനേസ്. ഈ നൈട്രോജിനേസ് എൻസൈം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രോസസ്സിനെ മുഴുവനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക് എങ്ങനെയാണ് അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന എന്തിനാണ്? നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് നൈട്രൈറ്റും അമോണിയയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ നൈട്രൈറ്റിൽ നിന്നും ഒക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അമോണിയയും അമിനോ ആസിഡുമാണ്. അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഉദ്യമം. പ്രധാനമായിട്ടും 20ഓളം അമിനോ ആസിഡുകൾ ഉണ്ട്, ഇല്ലേ? നമുക്കറിയാം ഏതൊക്കെയാണ് അമിനോ ആസിഡ്. അലാനിൻ, അസ്പാർജിൻ, അങ്ങനെ തുടങ്ങിയിട്ട് ലാസ്റ്റ് ഗ്ലൂട്ടാമിക് ആസിഡ് വരെയുള്ള അമിനോ ആസിഡുകൾ നമുക്കറിയാം. 20ഓളം അമിനോ ആസിഡ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 അമിനോ ആസിഡ് ആണ് ഗ്ലൂട്ടാമിൻ ആൻഡ് അസ്പാർജിൻ. യു ക്യാൻ സീ ഹിയർ. ഇങ്ങനെ ഗ്ലൂട്ടാമിൻ ആൻഡ് അസ്പാർജിൻ ആണ് ഏറ്റവും ആദ്യമായിട്ട് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അമിനോ ആസിഡുകൾ യഥാർത്ഥത്തിൽ ആരുടെ സഹായത്തോടു കൂടിയാണ് ഉണ്ടാവുന്നത്? നൈട്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണ്. ഇവിടെ നിന്ന് കാണാം നൈട്രജൻ. ദിസ് നൈട്രജൻ is converted into ammonia, that is NH3. ഈ അമോണിയയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? അമിനോ ആസിഡ് ഉണ്ടാവേണ്ടത്. ഏതൊക്കെയാണ് അമിനോ ആസിഡുകൾ? ഗ്ലൂട്ടാമിനും അസ്പാർജിനുമാണ്. ഗ്ലൂട്ടാമിനും അസ്പാർജിനും എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? പ്ലാന്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ആരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീന്റെ ബേസിലാണ്. ദാറ്റ് പ്രോട്ടീൻ is called like hemoglobin. See, this is a general awareness about the amino acid synthesis. നമ്മളിപ്പോ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നൈട്രജനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. നൈട്രജൻ എന്ന് പറയുന്ന ആർക്കും തൊടാൻ കഴിയാത്ത ഒരു പർട്ടിക്കുലർ എലമെന്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അമോണിയയും നൈട്രൈറ്റും ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്നു. ഈ നൈട്രൈറ്റും ഒക്കെ എന്തിനാണ് കുട്ടികളെ ഉണ്ടാക്കുന്നത്? അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന 2 പ്രധാനപ്പെട്ട അമിനോ ആസിഡ് ആണ് ഗ്ലൂട്ടാമിൻ ആൻഡ് അസ്പാർജിൻ. ഓക്കെ, നൗ സി, വളരെ പ്രധാനപ്പെട്ട എൻസൈം ആണ് നൈട്രോജിനേസ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് നൈട്രോജിനേസ് എൻസൈം? ഇറ്റ് ഇസ് എ കീ എൻസൈം which playing an important role, that is the key role, which is active in anaerobic condition, made up of 2 protein subunit. One is called non-heme iron protein, that is iron protein or dinitrogen reductase. Second one is iron molybdenum protein, that is MOFE protein or dinitrogenase. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നൈട്രോജിനേസ് എൻസൈമിന് 2 പ്രധാനപ്പെട്ട ഭഗവേദങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് നമുക്ക് പറയാൻ പറ്റും അയൺ പ്രോട്ടീൻ നൈട്രജൻ റിഡക്ടേഴ്സ് ആൻഡ് molybdenum iron protein or dinitrogenase. See, iron protein react with ATP and reduces second subunit, which ultimately reduces N2 into ammonia. എന്താ ചെയ്തിരിക്കുന്നത്? നൈട്രോജിനേസ് എൻസൈമിന് 2 ആൾക്കാരുണ്ട്, അയൺ ആൻഡ് MO. ഓക്കെ, സി, ഇവിടെ ചെയ്തിരിക്കുന്നത് FE പ്രോട്ടീൻ റിയാക്ട് വിത്ത് ATP. FE പ്രോട്ടീൻ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ATP ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് reduces second subunit, which ultimately reduces N2 into ammonia, that is N2 plus 6H plus 6 electron, that is equal to 2NH3. അതാണ് നമ്മൾ കഴിഞ്ഞ സ്ട്രക്ചറിൽ കണ്ടത്. സി, നോക്കൂ നിങ്ങൾ, ഇവിടെ നിന്ന് കാണാൻ പറ്റും നൈട്രോജിനേസ്. ഈ നൈട്രോജിനേസ് എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന നൈട്രജനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അമോണിയാക്കി മാറ്റുന്നു, ഇല്ലേ? ഈ അമോണിയാക്കി മാറ്റിയിട്ടാണ് അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിനെന്ത് വേണം? ATPയുടെ സഹായം കൂടി വേണം. അതാണ് ഇവിടെ കാണിച്ചു. എങ്ങനെ ATP കിട്ടുന്നത്? ATP കിട്ടുന്നത് നമുക്കറിയാം, സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ. യു നോ വാട്ട് ഈസ് സിട്രിക് ആസിഡ് സൈക്കിൾ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സി, എനിവേ, ഞാൻ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന പ്രോസസ്സിനെ എല്ലാം സ്വാധീനിക്കുന്നതും
നിയന്ത്രിക്കുന്നതും നമ്മുടെ നൈട്രോജിനേസ് എൻസൈമാണ്. നൈട്രോജനസ് എൻസൈം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ചിലപ്പം പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കും, നൈട്രോജനസ് എൻസൈമിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്. നോക്കൂ നിങ്ങൾ, ഇറ്റ് 2 iron S പ്രോട്ടീൻ ആണ്, ഇൻഡിവിജ്വലി ഇനാക്റ്റീവ് ആണ്. മോളിബ്ഡിനം അയൺ പ്രോട്ടീൻ, അതിന് വളരെ ഡീറ്റെയിൽ ആയിരിക്കുന്ന പോയിന്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിന് ചോദിച്ചാൽ എഴുതിയെടുക്കാം. ഇനി ഫസ്റ്റ് ഈ പറഞ്ഞ നൈട്രോജനസ് എൻസൈം ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോസ്ട്രിഡിയം പാസ്റ്റൂറിയാനം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിലാണ്. യു നോ വാട്ട് ഇസ് ക്ലോസ്ട്രീഡിയം? ക്ലോസ്ട്രീഡിയത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ എവിടെ നിന്നാണ്? USA എന്നാണ്. CRL ഓഫ് ഡ്യൂപോൺ ഡി ന്യൂമോൺസ്. ഇറ്റ് ഈസ് ഡ്യൂറിംഗ് ദ ഇയർ 1960. 1960ലാണ് ഈ പറയുന്ന പ്രോസസ് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നൈട്രജൻ ഫിക്സേഷന്റെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്ന നൈട്രോജിനേസിനെ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് വളരെ ഡീറ്റെയിൽ ആണ്, ഞാൻ അത്ര പോകുന്നില്ല. ഇത് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഇതിൽ പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഗ്ലൂട്ടാമൈറ്റ് സിന്തേസ്, ദാറ്റ് ഈസ് GOGATs, ഓക്സാലോഗ്ലൂട്ടാറേറ്റ്, അമിനോ ട്രാൻസ്ഫെറേസ് എൻസൈം. ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളതാണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന നൈട്രോജിനേസിന് വളരെ പ്രധാനപ്പെട്ട ഒരു ജനറ്റിക്കൽ ബേസ് ഉണ്ട്. നമുക്കറിയാം, ദ ജീൻ ഫോർ ഹിസ്റ്റിഡിൻ and NIF genes are linked. 15 NIF genes have been identified plus 2 unknown functions XY. അതായത് ഈ പറയുന്ന എല്ലാ നൈട്രോജനസിന്റെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് ജീനുകളാണ്. ആരാണ് ആ ജീൻ? ദാറ്റ് ജീൻ is called NIF gene. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് NIF gene? Nitrogen fixing genes of the organism are similar, but usually the genes are scattered, not clustered as in K. When a small portion of chromosome of K pneumonia was transferred to E. coli, the later started nitrogen fixation. Okay, ഞാൻ അത്ര ഡീറ്റെയിലേക്ക് പോകത്തെന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം പറഞ്ഞേ ഉള്ളൂ. നൈട്രോജൻ ഫിക്സ് ചെയ്യാൻ കാര്യങ്ങൾ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? The most important gene called NIF gene. So the NIF gene which control the every process. Now, the reduction of N2 into ammonia requires 6 protons and 6 electrons. നമ്മൾ പറഞ്ഞു ഇതിന്റെ ബേസിൽ ആരൊക്കെയുണ്ട്? എൻസൈം ഉണ്ട്, ജീൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ബയോളജിക്കൽ നൈട്രോജൻ ഫിക്സേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എൻസൈം. ഇവര് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ് ആണ് റിഡക്ഷൻ. എന്താണ് റിഡക്ഷൻ? ദ റിഡക്ഷൻ ഓഫ് നൈട്രജൻ ഇൻടു അമോണിയ റിക്വയർസ് 6 പ്രോട്ടോൺ ആൻഡ് 6 ഇലക്ട്രോൺ. അപ്പൊ ചുമ്മാ അങ്ങ് ഈ പറയുന്ന നൈട്രജൻ അമോണിയ മാറൂല. എങ്ങനെയാ മാറുന്നത്? ഇത് 6 പ്രോട്ടോണിന്റെയും 6 ഇലക്ട്രോണിന്റെയും സഹായത്തോടു കൂടിയാണ്. 12 മോളിക്യൂൾ ഓഫ് ATP റിക്വയർഡ്. എത്ര ATP വേണം? 12 ആള് വേണം. 1 പെയർ ഓഫ് ഇലക്ട്രോൺ റിക്വയർസ് 4 ATP. ഒരു പെയർ ഇലക്ട്രോണിന് 4 ATP വേണം. The modified equation is N2 plus 8H plus 8 electron is equal to 2NH3 plus H2. Hydrogen produced is catalyzed into protons and electron by hydrogenase. Hydrogen produced is catalyzed into proton and electron by hydrogenase. Hydrogenase H2 give rise to 2H plus 2 electron. Hydrogenase എന്ന് പറയുന്ന hydrogen produced is catalyzed into proton and electron by hydrogenase. Hydrogen produce ചെയ്യുന്നത് catalyze ചെയ്യാൻ വേണ്ടിയിട്ട് hydrogenase എന്ന് പറയുന്ന ഒരു എൻസൈം കൂടി ഉണ്ട്. So now എന്താണ് വളരെ ബേസിക് ആയിരിക്കുന്ന ഈ പറയുന്ന നൈട്രജൻ ഫിക്സേഷന്റെ ബേസിക് പാത്വേ? ഗ്ലൂക്കോസ് 6-phosphate ആക്ട് ആസ് എ ഇലക്ട്രോൺ. നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിനെ കൊടുക്കണം, പ്രോട്ടോണിനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ആരാണ് ഇലക്ട്രോണിനെ കൊടുക്കുന്നത്? ഗ്ലൂക്കോസ് 6-phosphate ആണ്. ആരാണ് ഗ്ലൂക്കോസ് 6-phosphate? നമുക്കറിയാം, റെസ്പിറേഷനിൽ നമ്മൾ ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് പഠിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഗ്ലൂക്കോസ് 6-phosphate. ആ ഗ്ലൂക്കോസ് ആണ് ഇവിടെയും ഈ പറയുന്ന പണിയൊക്കെ എടുത്ത് കൊടുക്കുന്നത്. Glucose 6-phosphate act as a electron donor. Sucrose synthesized in leaves. Sucrose leafil synthesize ചെയ്യാറുണ്ട് by the process called photosynthesis. Sucrose in roots, റൂട്ടിൽ ഉണ്ടാവും. Glucose and fructose ഉണ്ടാവും. Glucose 6-phosphate ഉണ്ടാവും. ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. Glucose 6-phosphate is converted into phosphogluconic acid. Glucose 6-phosphate സ്വാഭാവികമായിട്ടും phosphogluconic acid ആയി മാറും. Glucose 6-phosphate is converted into phosphogluconic acid. ഇക്വേഷൻ കാണിച്ചതല്ലോ. NADPH donate electron to ferredoxin. NADPH എന്ത് ചെയ്യും? ഫെറിഡോക്സിന് ഒരു ഇലക്ട്രോൺ കൊടുക്കും. Protons released and ferredoxin is reduced. അങ്ങനെ പ്രോട്ടോൺ റിലീസ് ചെയ്യുകയും പ്രോട്ടോൺ റിലീസ് ചെയ്യും and ferredoxin also reduced.
Reduced ferredoxin act as an electron carrier. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫെറിഡോക്സിനാണ് ഇലക്ട്രോണിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ആളുകളായി മാറുന്നത്. ഡൊണേറ്റ് ഇലക്ട്രോൺ ടു അയൺ പ്രോട്ടോൺ ടു റെഡ്യൂസ് ഇറ്റ്. അങ്ങനെ ഈ പറയുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യപ്പെടുകയും അത് പ്രോട്ടോണിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അയൺ പ്രോട്ടോൺ റെഡ്യൂസ് ഇറ്റ്. ഇലക്ട്രോൺ റിലീസ്ഡ് ഫ്രം ഫെറിഡോക്സിൻ. Electron released from ferredoxin thus oxidized. Electron released from ferredoxin thus oxidized. അങ്ങനെ ഇലക്ട്രോണിനെ ഒരു ഫെറിഡോക്സിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കപ്പെടും. Now continued. We can say that reduced iron protein combined with ATP in the presence of Mg2+. Reduced iron protein combines with ATP in the presence of Mg2+. അങ്ങനെ Fe protein നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞ Fe പ്രോട്ടീനും MO പ്രോട്ടീനും ഒക്കെ പറഞ്ഞിരുന്നു. അയൺ പ്രോട്ടീൻ കമ്പൈൻഡ് വിത്ത് ATP in the presence of. അങ്ങനെ ഇത് ATP മെഗ്നീഷ്യത്തിന്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്യുന്നു. സെക്കൻഡ് സബ് യൂണിറ്റ് ഈസ് ആക്ടിവേറ്റഡ്. അല്ലെ, രണ്ട് സബ് യൂണിറ്റ് ഉണ്ട് എന്ന് പറയാം. ഫസ്റ്റ് സബ് യൂണിറ്റ് ആണ്. സെക്കൻഡ് സബ് യൂണിറ്റ് ഈസ് ആക്ടിവേറ്റഡ് ആൻഡ് റെഡ്യൂസ്ഡ്. വീണ്ടും റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇറ്റ് ഡൊണേറ്റ് ഇലക്ട്രോൺ ടു N2 to NH3. Enzyme set free after complete reduction of N2 to NH3. Enzyme set free after complete reduction of N2 to NH3. Okay, now this is actually the process. ഈ പ്രോസസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. molybdenum N triple bond N, then molybdenum N triple bond NH, molybdenum N single bond NH2, molybdenum N plus NH3, molybdenum NH3, then NEN. So this is actually the process. നമുക്ക് അമോണിയ ഉൽപ്പാദിപ്പിക്കാനാണ് നമ്മൾ ഈ പറയുന്ന പണിയെല്ലാം എടുത്തു വെച്ചിരിക്കും. ഇവിടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, ഞാൻ വളരെ ബ്രീഫ് ആയിട്ടുള്ള നോട്ട് തരും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കൺസെപ്റ്റ് നന്നായിട്ട് ഓർത്ത് വെക്കണം. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ +1 പഠിച്ചിരിക്കുന്ന ജസ്റ്റ് നൈട്രജൻ പോയി കൺവേർട്ട് ചെയ്തിട്ട് അമോണിയ മാറുന്നു എന്നുള്ളതല്ല. ദിസ് ഈസ് ആക്ച്വലി ദ ബയോകെമിസ്ട്രി ബിഹൈൻഡ് ദി ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞ ജെനറ്റിക്സ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ക്ലെപ്സിയല്ല ന്യൂമോണിയ എന്ന് പറയുന്ന ഫാക്കൾട്ടേറ്റീവ് അനറോബ്സിലാണ് ഇത് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. വിച്ച് ഫിക്സ് നൈട്രജൻ ഓൺലി അണ്ടർ അനേറോബിക് കണ്ടീഷൻ റിലേറ്റഡ് ടു E. coli, easy to culture. നിബ്ജീൻ ആർ സ്റ്റഡീഡ് ഓൺലി ഇൻ ക്ലെപ്സിയല്ല ന്യൂമോണിയ. നിബ്ജീൻ വളരെ വ്യക്തമായിട്ട് ഇതിൽ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ആക്ച്വലി ദ ജെനറ്റിക് മാപ്പ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രോസസ്. ഇവിടെയാണ് നൈട്രോജനേസ് ഉള്ളത്. ഇതാണ് നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ആക്റ്റീവ് ആക്കുന്ന ജീൻ. അപ്പൊ ക്ലെപ്സിയല്ല ന്യൂമോണിയ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനേറോബിക് ഓർഗാനിസത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ റിമെമ്പർ ഓൾ ദീസ് പോയിന്റ്. ജെനറ്റിക് മാപ്പ്, ജെനറ്റിക്സ് ഓഫ് നൈട്രജൻ ഫിക്സേഷൻ ഒന്നും അത്ര ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതൊക്കെ MSc-യിലാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. വെറും ഒരു നൈട്രജൻ വന്നിട്ട് അങ്ങ് ഫിക്സ് ചെയ്യുക എന്നുള്ളതല്ല. അതിന്റെ പിറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. നമ്മൾ പറഞ്ഞിരുന്നു. The total cost of nitrogen reduction is 8 electron transferred and 16 ATP hydrolyzed. അപ്പം 8 ഇലക്ട്രോണും 16 ATP ഇതിൽ ആവശ്യമുണ്ട്. Physiologically 20 to 30 ATP are involving. Nitrogen is also reduced H2O to H2. Then HN is equal to NH plus H2, that is N2 plus 2H2. This happens when ATP level is low. That is called futile cycle. അങ്ങനെയൊക്കെ പറയാറുണ്ട്. Anyway, this is a basic format sheet of biological nitrogen fixation where we can see there are around 16 ATP are involved. Then ഒരു ചെറിയ പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് ലെഗ് ഹീമോഗ്ലോബിൻ? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് 1 മാർക്കിന്. ലെഗ് ഹീമോഗ്ലോബിൻ, that is LHB, is a red microglobin like protein present only in healthy root nodules of legumes. It encoded certain genes of the legumes. Leguminte gene encode ചെയ്യുന്നതിന്റെ പ്രത്യേകത. It is found outside the bacteroid. ബാക്ടീരിയോയിന്റെ പുറത്താണ് ഇത് കാണുക. Leg hemoglobin or leg globin is a nitrogen or oxygen carrier because naturally occurring oxygen and nitrogen interact similarly with the protein and heme protein found in the nitrogen fixing root nodules of leguminous plant. The leguminous plant il കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു particular protein ആണ് leg hemoglobin. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ at least leg hemoglobin is a red microglobin-like protein present only in healthy root nodules of legumes. It encodes certain genes of the legumes. It is found outside the bacteroid. It is produced by legumes in response to the roots being colonized by nitrogen-fixing bacteria, termed rhizobia, as part of the
symbiotic interaction between plant and bacteria.